കേശോട്ടാ ഈ പടം നോക്കിയേ. വാട്ടർമെലൺ കോണായിട്ട് മുറിച്ച് വെച്ചേക്കണല്ലേ? 1.5 വർഷമായിട്ട് ഇത് തന്നെയല്ലേ വരച്ചോണ്ടിരിക്കണേ. ഇനി അതിനകത്ത് എന്തിനു പറയാനേ? നീ വരാ കളറടി. എന്താണ് ഒരു ആലോചന? ഓ ഒന്നുമില്ല. സൊസൈറ്റിയിൽ 500 രൂപ ഉള്ളൂ അമ്മൂമ്മ പറഞ്ഞത് മോൻ അത്ര ദഹിച്ചില്ലല്ലേ? ഈ പറയണ ചേച്ചിക്ക് അത്ര ദഹിച്ചിട്ടില്ലല്ലോ. ചേച്ചി, നമ്മുടെ ഈ വീട് മേടിച്ചതിന്റെ കടം, അതായത് ലോണും മറ്റേ കാര്യങ്ങളും അതും ഇതുമൊക്കെ അപ്പൂപ്പൻ അന്നേ വീട്ടിൽ എന്നല്ലായിരുന്നു അപ്പൂപ്പൻ നമ്മുടെ പറഞ്ഞത്? വീട്ടിൽ എന്ന് പറഞ്ഞില്ല, വീട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ വക കാര്യങ്ങളൊന്നും അവര് നമ്മുടെ അടുത്ത് പറയില്ലല്ലോ. അത് ശരിയാ. എന്തായാലും അമ്മൂമ്മയുടെ പേരില് സൊസൈറ്റിയിൽ ഒരു എമൗണ്ട് കിടപ്പുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എത്ര അറിഞ്ഞൂടാ. ചേച്ചിക്ക് ഇനി ഐഡിയ? ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യം പൈസയുടെ കാര്യം ഒന്നും അമ്മൂമ്മയുടെ അടുത്ത് അങ്ങനെ ചോദിക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാലേ ഇപ്പൊ പറഞ്ഞു തരും, നോക്കിയിരുന്നോ. ചേച്ചി, ഈ ഇടയ്ക്ക് ഈ അടുത്ത സമയത്ത് അമ്മൂമ്മ സൊസൈറ്റി വിളിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. ഈ പൈസയുടെ കാര്യം തന്നെ. അത് ചിലപ്പോ ഈ 500 രൂപയുടെ കാര്യമായിരിക്കും. എത്ര? 500 രൂപയുടെ കാര്യം. ഫോൺ വിളിച്ച് 1.5 മണിക്കൂർ സംസാരിച്ചത് ഈ 500 രൂപയുടെ കാര്യമല്ലേ? ശരി, അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ എന്താ പ്രശ്നം? ഒരു 16,000 രൂപ എനിക്ക് വേണമായിരുന്നു. മാഡത്തിന്റെ എടുക്കാൻ കാണുമോ? അതെത്ര? 16,000. എല്ലാം മനസ്സിലായി. എന്റെ 16 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 5 രൂപയുടെ 3 തേങ്ങാ മിഠായി ബാക്കി 1 രൂപ കൊണ്ട് കുടുക്കയിലൂടെ. കുടുക്കേ? ഏത് കുടുക്ക? നിനക്ക് എവിടെ കുടുക്ക? ചേട്ടാ, ഞാൻ കട്ടിന്റെ അടി ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ആ കുടുക്കെങ്ങാണ് എടുത്താ ചേട്ടാ കൈ 2 ഞാൻ കടിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് കവറിന്റെ ബാക്കിലാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. കട്ടിലിന്റെ അടിയിൽ കവറിന്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ആർക്കും മനസ്സിലായില്ല. ചേട്ടാ ചേച്ചി പോരെ എവിടുന്ന്? നീ കട്ടിലിന്റെ അടിയിൽ കോടികൾ ഒളിപ്പിച്ച് വെച്ചേക്കാണല്ലോ. എനിക്കൊന്നും വേണ്ട നിന്റെ കാശ്. കാശോ? കാശ് എവിടുന്ന? എന്തോ കാശിന്റെ കാര്യം പറഞ്ഞു? ഓ, പാറുവിന്റെ കുടുക്കയുടെ പൈസയുടെ കാര്യം പറഞ്ഞത്. ആണോ? ഞാൻ വിചാരിച്ച് വണ്ടി ശരിയാകാൻ കാശ് കിട്ടിക്കാണുമെന്ന്. ഇല്ല അമ്മൂമ്മ, കിട്ടിയില്ല. എന്ത്? ഇല്ല, ഒന്നുമില്ല, ഞാൻ ചോദിച്ചതാ. ലച്ചുമോളെ, ആ, നീ ജംഗ്ഷനിലോട്ട് എങ്ങാനും പോകുന്നുണ്ടോ? ചിലപ്പോ പോയിരിക്കും. പോവുകയാണെങ്കിലേ അമ്മൂമ്മയുടെ തൈലവും എണ്ണയും കുഴമ്പും ഒക്കെ തീർന്നു. മക്കളൊന്ന് മേടിച്ചോണ്ട് വരുമോ? 100-800 രൂപയാവും. അടുത്ത പ്രാവശ്യം തേങ്ങ വെട്ടുമ്പം കൊടുത്തിട്ട് ഞാൻ കാശങ്ങ് തരാം. കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരുമ്പോ മേടിച്ചോണ്ട് വരാം. ഈ 800 രൂപ അമ്മൂമ്മയുടെ എടുക്കായില്ലേ? ഇല്ല മക്കളെ, വേണ്ട. ആ ഉമേഷ് ആണെങ്കിൽ കിടന്ന് എന്നെ വിളിയോടെ വിളി. അവനൊരു 2000 രൂപ വേണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അവന് പൈസയൊന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് അവനീ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ. അതെനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അന്ന് പോയപ്പോൾ പൈസ കൊടുത്തതേ 500 രൂപ കൊടുത്തത് പിള്ളേരുടെ കയ്യിലല്ലയോ? പിള്ളേരോട് വല്ലതും വാങ്ങിച്ചോളാൻ പറഞ്ഞ്. ഇനിയിപ്പോൾ അവന് 2000 രൂപ എങ്ങനെ കൊടുക്കും? ഒരു കാര്യം ചെയ്യാം, ആ സരളയെ വിളിച്ച് ചോദിക്കാം അവിടെ കയ്യിൽ നീക്കിയിരിപ്പ് വല്ലതും ഉണ്ടോ എന്ന്. അവിടെ കയ്യിൽ ഇല്ലെങ്കിലേ ആരോടെങ്കിലും മേടിച്ച് കൊടുക്കാൻ പറയാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം തേങ്ങ വെട്ടുമ്പോഴേ അവക്കങ്ങ് തിരിച്ചു കൊടുക്കാം. അന്നേരം കൊടുക്കാൻ കാണുമോ ഇല്ലോ എന്ന് ദൈവത്തിനറിയാം. എന്നാലും നോക്കാം. ഈ പെണ്ണിനെ ഒന്ന് വിളിക്കാൻ ഫോൺ എവിടാന്നോ എന്തോ. ഇനി അതിനകത്ത് പൈസ കാണുമോ ദൈവത്തിനറിയാം. ഫോണില് പൈസ ഇല്ലെങ്കിൽ കത്തെഴുതാം മുമ്മേ. മക്കളെ, ഇല്ലതിനൊക്കെ ഇപ്പൊ എന്തോ വിലയാ.